ഞാൻ നടീന്നേ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഈ ഡബിൾ മീനിങ് പറയുമ്പോ കുറ്റബോധം തോന്നിട്ടുണ്ടോ? അല്ല, ഡബിൾ മീനിങ് എന്ന് പറയുമ്പോഴേ അത് എടുക്കുന്ന ആൾക്ക് അതിന്റെ കറക്റ്റ് അർത്ഥം എടുക്കാം. ഈ ഡബിൾ മീനിങ് എന്ന് പറയുമ്പോൾ ചില വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അവർക്ക് ഡബിൾ മീനിങ് ആയിട്ട് തോന്നും, ഡബിൾ ആയിട്ട് തോന്നും. അല്ലാത്തവർക്ക് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ അതിലൊരു എടുക്കാനുള്ള ഒരു ഇതുണ്ടാവും. അത് നല്ല രീതിയിൽ എടുക്കാം, അതൊരു തമാശയായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇത് ഡബിളും ത്രിബിളായിട്ട് തോന്നും. കാരണം ഇതിന് മീനിങ് അറിയണ്ടേ, സ്കൂളിൽ പോകണം, പഠിക്കണം, അർത്ഥം അറിഞ്ഞാലേ മീനിങ് മനസ്സിലാവുള്ളൂ. ഒരു കാര്യമുണ്ട്, പക്ഷെ അത് നമ്മളിപ്പോ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മളിങ്ങനെ പറയുമ്പോഴല്ലേ നമുക്കിപ്പോ ഈ ബോച്ചി പറഞ്ഞ വാദം നമുക്ക് ഉന്നയിക്കാൻ പറ്റും. ഇത് നമ്മുടെ സ്വന്തം വീട്ടുകാരോട് വേറൊരാളൊന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കും. അങ്ങനെ എല്ലാവരും അറിയാൻ വേണ്ടിയല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ അറിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. ഇപ്പൊ എന്റെ ഒരു മകളുടെ അടുത്തോ അല്ലെങ്കിൽ ആരുടെ അടുത്ത് ഞാൻ അങ്ങനെ ഡബിൾ മീനിങ് വേറൊരാളൊന്ന് ഡബിൾ മീനിങ് പറഞ്ഞ് ഞാനത് അംഗീകരിക്കും എന്നാണ് ചോദിക്കുന്നത്. അല്ല, അംഗീകരിക്കണല്ലോ. ബോച്ച് അംഗീകരിക്കും. കാരണം എന്താണെന്നറിയാം, എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോ എന്നോട് എന്ത് പറയണം, അല്ലെങ്കിൽ എന്റെ ഭാര്യയോട് മക്കളോട് ഓരോരുത്തർ പറയുമ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഡിനേ ചെയ്യേണ്ടത് ഡിനേ ചെയ്യാം, വേണ്ടത് എടുക്കാം, ഡിനേ ചെയ്യാം. അവരവർക്കൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ, അവരവരുടെ ബുദ്ധിക്കും ബോധത്തിനനുസരിച്ച് അവരവർ പെരുമാറണം. നമുക്ക് ഏതാണ് നല്ലത്, ഏതാണ് പൊട്ട, അതിനുള്ള വിവേകം അവർക്ക് ഉണ്ടാവണം, അതിനുള്ള ഗറ്റ്സ് അവർക്ക് ഉണ്ടാവണം. അങ്ങനെ വളരണം, മനസ്സിലാക്കണം. അല്ല, ഞാൻ പറയുന്നത് എനിക്ക് ശരിയാണ്. ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്, അതായത് ആരെയും നോക്കാനല്ല, ആരും, അതായത് പുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയില് തമാശകളും ഡബിൾ മീനിങ് ഒക്കെ ഇല്ലേ? നമ്മൾ സിനിമ കാണുമ്പോ ഇതില് ഡബിൾ മീനിങ് ഉണ്ട്, അല്ലെ ആൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അവിടെ ഒരു തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അതെ ടിക്കറ്റിന്റെ പൈസ തിരിച്ചു തന്നെ, ഇത് ശരിയല്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ടിക്കറ്റ് തിരിച്ചു പോകാറുണ്ടോ? അത് അപ്പോ ഇത് സിനിമ കാണുന്നത് എന്തിനാ? എന്റർടൈൻമെന്റ്. ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താ, അല്ലെ വഴികൂടെ കാണുമ്പോ പലരുമായിട്ട് മീനിങ് തഗ്ഗടിക്കണ എന്റർടൈൻമെന്റ്. പിന്നെ ഞാൻ തഗ്ഗടിക്കും, അവള് ചിലപ്പോ മോന്തം അടിക്കും. ചെറിയ കള്ളങ്ങള്, സീരിയസ് കള്ളങ്ങൾ ആരോടും പറയില്ല, ഭാര്യയുടെ അടുത്ത് മാത്രം ചിരി കള്ളങ്ങളൊക്കെ പറയും. അവസാനം പറഞ്ഞ കള്ളം അത് പറഞ്ഞ ഭാര്യക്ക് മനസ്സിലാവില്ലേ? എന്തൊരു മര്യാദ. ഭാര്യയോട് കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ട് ഇവിടെ ചോദിക്കുക, ഇത് ഭാര്യക്ക് മനസ്സിലാവില്ലേ ഈ പറയുന്ന കള്ളമാണ്? ഇത്ര വർഷമായില്ലേ ബോച്ചയുടെ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവില്ലേ? അത് നമ്മൾ ഭയങ്കര സ്മാർട്ട് അല്ലേ, ഓരോ പ്രാവശ്യം ഡിഫറെന്റ് സ്റ്റൈലിൽ പറയും. അവതരണല്ലേ, പറയാറുണ്ടോ കള്ളം? സെന്റി ആയിട്ട് പറയും, അല്ലാത്ത രീതിയിൽ പറയും. അവതരണല്ലേ, ഓരോ ഇതിലും അവതരണം ഭയങ്കര അല്ലേ, ഡിഫറെന്റ് അല്ലേ, എക്സ്പ്ലെയിൻ ചെയ്യും, കഥ പോലെ കുറച്ചൊക്കെ മനസ്സിലാവും. കരയോ? കരഞ്ഞിട്ടുണ്ടോ ഭാര്യയുടെ മുമ്പിൽ? പിന്നെ എന്ത് കാര്യത്തിന് കരയാ? എന്തേലും ആള് കരയുമ്പോ ഞാനും കരയും. കള്ളം പറഞ്ഞു കരഞ്ഞിട്ടുണ്ടോ? കള്ളം പറയുമ്പോ കരയാറില്ല. കാരണം സെന്റി നമ്മളെല്ലാം വേണമല്ലോ, ചിരിക്കണം, കരയണം, അടികൂടണം, ഇതൊക്കെ ലൈഫിലുള്ളതല്ലേ. ഇതൊക്കെ എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യണേന്ന്. ചിലവർക്ക് ഇത് കാണാൻ 99% മനുഷ്യനെ ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ ഞാൻ പച്ചയായിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നു, ബോൾഡാണ്. ബാക്കിയുള്ളവരൊക്കെ കാണാൻ മറയത്താണ്, ഒളിവിലും മറവിലും. ചിലപ്പോ ഞാനൊന്നും ആവില്ല. ചിലവരൊക്കെ കാണുമ്പോ റിയാലിറ്റി കണ്ടു കഴിഞ്ഞാൽ ഞാൻ 7 അയലത്തോടെ പോവില്ല. അവരൊക്കെ പുണ്യാളന്മാരായിട്ട് നടക്കണ ഞാൻ ഞെട്ടി പോകുന്നത്. അത് എപ്പോഴെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും ഫേക്ക് ആയിട്ട് എന്തിനാ നടക്കണെന്ന്? കാരണം അവർ ഉള്ളിൽ ധൈര്യം ഇല്ല. ധൈര്യം ഇല്ലാത്ത എന്തിനു പേടിക്കുന്ന ഒരു ഇമേജ് ഉണ്ടാവില്ല അങ്ങനെ പറഞ്ഞാന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഇമേജ് കുറവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ലക്ഷക്കണക്കിന് ഫാൻസ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട്, എത്രയോ പേര് സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഈ പുണ്യാളനായിട്ട് നടക്കുന്ന ആൾക്കാര് ചിലപ്പോ വീട്ടിലുള്ളവർ പോലെ സ്നേഹിക്കുന്നുണ്ടാവില്ല. ഞാൻ ചിലപ്പോ ചിന്തിക്കുന്നത് ആരും സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവര് ഇത്ര ഇമേജ് ഒക്കെ ആയിട്ട് നടന്നിട്ടും വലിയ അഭിപ്രായം കാര്യങ്ങളൊന്നും ഇല്ല. സെൽഫ് ലവ് ആയിരിക്കും അവർക്ക് അവരോട് തന്നെയായിരിക്കും സ്നേഹം. അപ്പൊ ഞാൻ ചിന്തിക്കും അവരുടെ തെറ്റിദ്ധാരണയാണ്, ഇങ്ങനെ നടന്നാലാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കുക, ഭയങ്കര അഭിപ്രായം ഉണ്ടാവും. അല്ല, എനിക്കിപ്പോ 2 അഭിപ്രായമുണ്ട്. എന്നെ ഇഷ്ടം, ഞാൻ ഈ തുറന്ന് പറയണതുകൊണ്ട് ഒരുപാട് ആരാധകരുണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ. പച്ചയായിട്ട് പറയാനുള്ള ധൈര്യം, വിമർശിക്കുമ്പോ അത് ഏറ്റെടുക്കും, അങ്ങനെ ഇതൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് കൂളായിട്ട് ആയിട്ട് നടക്കാം. അപ്പൊ അതിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. കുറച്ചു പേര് ഇതിനെ എതിർക്കുന്നവരുണ്ടാവും. ഈ സമൂഹം കൂടുതലും അംഗീകരിക്കുന്നത് നല്ലവരായ ഉണ്ണികളെ അല്ലേ അംഗീകരിക്കുന്നത്? ചില ആളുകൾ സമൂഹം അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോ ആംഗിളുകളാണ്. ഒരു വിഭാഗത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ ഇഷ്ടമാണ്, അപ്പോൾ അവർ അംഗീകരിക്കും. ചിലർ ബോച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നെ അംഗീകരിക്കും. എന്നെ അംഗീകരിക്കാത്തവരുണ്ട്. വേറെ പല തരത്തിലാണല്ലോ, അത് പല പല ആംഗിളിൽ പോകുന്നതാണ്. അല്ലാണ്ട് എല്ലാവരും ഒരാൾ അംഗീകരിക്കുന്ന, അങ്ങനെ അംഗീകരിക്കപ്പെട്ട ഒരാൾ ലോകത്തില്ലല്ലോ, ഒരാളും ഇല്ല ഇന്ന് ലോകത്ത്. അല്ല ബോച്ചപ്പോ ഒരുപാട് ബോച്ചപ്പോ ഒരുപാട് വിമർശനം തുടങ്ങിയ പോലെ ഒരുപാട് വിമർശനങ്ങൾ പറ്റിയാലും ബോച്ച അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്താണോ അത് ഞാൻ കാണിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, അതാണ് ആറ്റിറ്റ്യൂഡ്. കുറ്റബോധമില്ല നമുക്ക്. കാരണം നമ്മളിപ്പോൾ ആരെങ്കിലും പിടിച്ചു പറിക്കാനോ കക്കാനോ ഭീകരപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴല്ലേ നമുക്ക് കുറ്റബോധം ഉണ്ടാവും. ഞാൻ ആളുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നില്ല, ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നു, സത്യസന്ധമായിട്ട് ജീവിക്കുന്നു, എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ജീവിക്കുന്നു, എൻ്റെ സുഖത്തിന് ഞാൻ ജീവിക്കുന്നു, കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വലുതായി വരുമ്പോ പലർക്കും അസൂയ ഉണ്ടാവും, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്തിനാ കുറ്റബോധം, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.